ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വ്യത്യസ്തമായ വീഡിയോ ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ ട്രോളിംഗ് നിരോധനമാണ്. നമ്മുടെ നാട്ടിലെ ഒരു 85% ഓഫ് ആൾക്കാരുടെയും സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ട്രോളിംഗ് നിരോധനം എന്ന് പറയുന്ന പ്രത്യേക ഒരു സംഭവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ. ഈ ഒരു ടൈമിലാണ് കൂടുതൽ ബോട്ടുകൾ മെയിൻ്റനൻസ് എല്ലാം തീർത്ത് പിന്നെ പെയിന്റ് ഒക്കെ അടിച്ചിറക്കുന്നത്. അതൊക്കെ കൂടുതൽ ഈ പണിയെല്ലാം ചെയ്യുന്നത് യാർഡുകളിലായിരിക്കും. ഈ നിങ്ങൾ കണ്ടത് യാർഡുകളിലെ പണിസ്ഥലങ്ങളാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ഏണി കയറി നമ്മൾ ബോട്ടിന്റെ മേളത്തെ വിശേഷങ്ങളാണ്. ഇതാണ് അണിയം എന്ന് പറയുന്നത്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഇവിടെ തന്നെ നമുക്ക് വീലോസ് കാണാനായിട്ട് സാധിക്കും. ഇതിനകത്താണ് നമ്മുടെ സ്ട്രാങ്ക് ബോട്ട് നിയന്ത്രിക്കുന്നത്. അവിടെ നമുക്ക് വയർലെസ്, GPS, എക്കോ സിലിണ്ടർ ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതൊക്കെ കടലിനുള്ളിൽ ഡയറക്ഷൻസ് അറിയാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ആ കാണുന്ന പ്ലേസിലാണ് ആൾക്കാർ കിടക്കുന്നതും ഒക്കെ. പിന്നെ നമുക്ക് അവിടെ ബാക്കിൽ കിച്ചണൊക്കെ ഉണ്ട് കേട്ടോ ഈ ബോട്ടിൽ തന്നെ. ഇതിന്റെ ബാക്കിലാണ് നമുക്ക് എൻജിൻ കള്ളി കാണാം. ഈ എൻജിൻ കള്ളി എന്നൊക്കെ പറയുന്നത് ഇവിടെ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് കേട്ടോ. ഇതിനകത്തൊരു ഏണിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇറങ്ങിയിട്ടാണ് ആൾക്കാർ ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് ബോട്ടിന്റെ ബാക്ക് സൈഡ് ആണ്. അങ്ങനെ നമ്മൾ നിൽക്കാൻ നേരത്താണ് തൊട്ടടുത്ത കടവിൽ ഒരു ബോട്ടിൽ ഫൈബർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പപ്പ നമുക്ക് അങ്ങോട്ടും കൂടെ പോയി നോക്കാം. അവിടെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു തരിമണലില്ലേ, അതിട്ടിരിക്കുന്നത് ഞാൻ പപ്പയോട് വെച്ചപ്പോൾ പപ്പ പറഞ്ഞത് ഇത് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രൈ ആകുമ്പോൾ തന്നെ എടുത്തിടുന്നതാണ്. അല്ലെങ്കിൽ അതിലൂടെ നടന്ന് നമ്മൾ തെന്നി വീഴും. അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ കടവുകൾ നിറഞ്ഞു ബോട്ട് കിടക്കുകയാണ്. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോട്ടുകളെല്ലാം ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കടലിലേക്ക് പോകാനിരിക്കുന്നതാണ് കേട്ടോ. ഇതിനെ റിലേറ്റ് ചെയ്ത കണ്ടന്റുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.